ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നൊരു അനുഭവ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ പങ്കുവച്ച ഒരു അനുഭവ സാക്ഷ്യം ഞാൻ ഇന്ന് രാവിലെ വായിക്കാനിടയായി. എന്നെ അത് വല്ലാതെ സ്പർശിച്ചു. കാരണം ദൈവവചനത്തിൽ അത്രമേൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കണ്ണും പൂട്ടി ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൻ്റെ ശക്തി അനുദിനം തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തടസ്സങ്ങൾ മാറിക്കിട്ടിയതും രോഗങ്ങൾ സൗഖ്യപ്പെട്ടതുമായ ഒരുപാട് അനുഭവങ്ങൾ പലരും വന്ന് ഷെയർ ചെയ്യുമ്പോൾ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയാറുണ്ട്. ദൈവവചനത്തിൻ്റെ ശക്തി എത്രമാത്രമെന്ന് വാക്കുകൾ കൊണ്ട് ഒരിക്കലും എനിക്ക് വിവരിക്കാനാവില്ല. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, ഈശോയെ അറിയണം, വചനത്തെ സ്നേഹിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്കുള്ള ആ യാത്ര എത്ര മനോഹരമാണെന്നോ അത് എല്ലാവർക്കും അനുഭവിച്ചറിയാൻ പറ്റട്ടെ. നമുക്കെല്ലാവർക്കും വിശുദ്ധരാകണം. അതിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടു തീരുമ്പോൾ വലിയ വിശ്വാസവും പ്രത്യാശയും നിങ്ങൾക്ക് ലഭിക്കും. അതെനിക്ക് ഉറപ്പാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 24-ാം തിരുവചനം: എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദൈവം നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സ്പർശിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കാം. അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ചുങ്കത്തറ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയം ഒരു ഭാര്യയും ഭർത്താവും അച്ഛൻ്റെ അടുക്കൽ വന്നു. 15 മിനിറ്റ് സംസാരിക്കാൻ വന്നവർ 2 മണിക്കൂർ കഴിഞ്ഞാണ് പോയത്. അവർ സംസാരിച്ചത് മുഴുവൻ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ പ്രതിയുമായിരുന്നു. അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: സെഹിയോൻ മിനിസ്ട്രിയിലെ കന്നഡ വിഭാഗത്തിലാണ് ഭർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത്. ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടമ്മയാണ്. മദ്യപാനിയായ ഒരു ഭൂതകാലമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. സൽപ്പേര് നഷ്ടമായി, ദാരിദ്ര്യമായി, നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ അവസരത്തിൽ നാട്ടിൽ നിന്ന് വീടും സ്ഥലവും വിറ്റ് കർണാടകയിലേക്ക് പോയി. അവിടെയെങ്കിലും ചെന്നാൽ രക്ഷ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ഏതെങ്കിലും പിശാചിനെ മടിയിൽ വെച്ചുകൊണ്ട് എവിടം വിറ്റുപോയാലും നമുക്ക് രക്ഷയില്ല. സ്ഥലം മാറിയതുകൊണ്ടല്ല, തിന്മ ഉപേക്ഷിച്ചാലേ രക്ഷപ്പെടാൻ കഴിയൂ. പക്ഷേ കർണാടകയിൽ ചെന്നിട്ടും അവർക്ക് രക്ഷയുണ്ടായില്ല. നിരാശരായി തിരികെ നാട്ടിലേക്ക് വന്നു. അപ്പോഴൊന്നും തൻ്റെ മദ്യപാനം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല. പക്ഷേ ഒരു നാൾ അദ്ദേഹം മദ്യപാനത്തിൽ നിന്ന് വിമുക്തനായി. എങ്ങനെയെന്നല്ലേ? ഭാര്യയുടെ പ്രാർത്ഥന. ഉപേക്ഷിക്കാനും ഡിവോഴ്സ് നേടാനും തന്നെ ശപിക്കാനുമെല്ലാം സാധ്യതകളുണ്ടായിരുന്നിട്ടും ഭാര്യ തന്നെ വിട്ടുപിരിയാതെ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയം കണ്ടെത്തിയത് അയാളെ സ്പർശിച്ചു. മദ്യത്തിൻ്റെ ലഹരി വിട്ടുണർന്നെഴുന്നേൽക്കുമ്പോൾ അയാൾ സ്ഥിരമായി കാണാറുണ്ടായിരുന്നത് തൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുന്ന ഭാര്യയെയും അവളുടെ കയ്യിലെ കൊന്തയുമായിരുന്നു. ഇത് സ്ഥിരമായി കണ്ടതോടെ അയാളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായി. ഭാര്യയുടെ സഹനവും സ്നേഹവും അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തി. സാധാരണയായി ആളുകൾ മാനസാന്തരപ്പെടുന്നത് ധ്യാനകേന്ദ്രങ്ങളിൽ പോയാണല്ലോ. പക്ഷേ ഇവിടെ അദ്ദേഹം സ്വയം മാനസാന്തരപ്പെട്ടതിനു ശേഷമാണ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോയത്. മദ്യപാനം നിർത്തുകയും ദൈവത്തെ അദ്ദേഹം തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു അത്. ഭാര്യയ്ക്ക് ചെറിയൊരു ജോലിയുണ്ടായിരുന്നു. അവളുടെ അമ്മയും കൂടി അവർക്കൊപ്പമായിരുന്നു താമസം. അതിനിടയിൽ ഭർത്താവിന് ചെറിയൊരു ജോലി കിട്ടിയെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഭാര്യയുടെ തീരെ ചെറിയ ശമ്പളം കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നില്ല. വീട്ടിലൊക്കെ പട്ടിണി വന്നു തുടങ്ങിയപ്പോൾ അടുത്ത വീടുകളിൽ നിന്ന് അവർ അരി കടം വാങ്ങി തുടങ്ങി. രാവിലത്തെ പാചകം ഭാര്യയായിരുന്നു ചെയ്തിരുന്നത്. അത്താഴം അമ്മയുടേതുമായിരുന്നു. അയൽ വീട്ടിൽ നിന്ന് അരി വാങ്ങി ചോറ് വയ്ക്കുമ്പോഴും ഒരു പിടി അരി ആ ഭാര്യ അരിപാത്രത്തിലേക്ക് തന്നെ ഇട്ടുവെക്കാറുണ്ടായിരുന്നു. വൈകുന്നേരം അമ്മ അരിപാത്രം തുറന്നു നോക്കുമ്പോൾ അതിൽ അരിയുണ്ടാകും. പക്ഷെ അമ്മയും അളന്നെടുത്ത അരിയിൽ നിന്ന് ഒരു പിടി അതിലേക്ക് തന്നെ ഇട്ടുവെക്കും. രാവിലെ ഭാര്യ നോക്കുമ്പോൾ അരിപാത്രത്തിൽ അരിയുണ്ട്. അമ്മ അയൽവക്കത്ത് നിന്ന് വാങ്ങിയതാണെന്ന് ഭാര്യ വിചാരിച്ചു.
ഭാര്യ പതിവ് പോലെ ഒരു പിടി അരി തിരികെ ഇട്ടിട്ട് ബാക്കിയെടുത്ത് ചോറ് വെച്ചു. അത്താഴത്തിന് അരിയെടുക്കാൻ ചെന്നപ്പോൾ അമ്മ കരുതി മകൾ രാവിലെ കടം വാങ്ങിയ അരിയാണ്. അതിൽ നിന്ന് ഒരു പിടി തിരികെ ഇട്ടതിന് ശേഷം അമ്മ ബാക്കിയെടുത്ത് പാചകം ചെയ്തു. ഇങ്ങനെ ദിവസങ്ങൾ പലതും കഴിഞ്ഞു. 6-ാം ദിവസം ഭർത്താവ് വന്നത് 10 കിലോ അരിയും വാങ്ങിയാണ്. അയൽവക്കത്ത് നിന്ന് വാങ്ങിയ അരി തിരികെ കൊടുക്കാൻ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യയുടെ മറുപടി അമ്മയാണ് വാങ്ങിയത്, അമ്മയ്ക്ക് അളവറിയൂ എന്നായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മകളാണ് വാങ്ങിയത്, അവൾക്കേ അറിയൂ എന്ന്. മകൾ വാങ്ങിയിട്ടില്ലെന്ന് അവളും അമ്മ വാങ്ങിയിട്ടില്ലെന്ന് അമ്മയും. പിന്നെ എങ്ങനെ അരിപ്പാത്രം നിറഞ്ഞു വന്നു ഓരോ ദിവസവും? ഈ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് അവിശ്വാസം തോന്നിയില്ല. കാരണം വചനം നിറവേറപ്പെടും. ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിരിക്കും. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ആ കുടുംബത്തിൽ സംഭവിച്ചത്. ദൈവം നമുക്ക് ചെയ്ത മഹാനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ കുന്നന്താരത്തെ ദൈവപരിപാലന കേന്ദ്രം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും സന്ദർശിക്കണമെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എത്രയെത്ര രോഗങ്ങളും വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങളാണ് അവിടെയുള്ള കന്യാസ്ത്രീകൾ പരിപാലിക്കുന്നതെന്നോ. പെറ്റമ്മ ചെയ്യുന്നതിനേക്കാൾ സ്നേഹത്തോടെയാണ് ഈ കന്യാസ്ത്രീകൾ അവരെ ശുശ്രൂഷിക്കുന്നത്. വെറും 165 സിസ്റ്റേഴ്സ് മാത്രമുള്ള ഈ സന്യാസിനി സഭയിൽ വെറും 165 സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ യാതൊരു കുറവുമില്ലാതെയാണ് അവരെ ഈ കന്യാസ്ത്രീകൾ നോക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാം. യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം വചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേട്ടിരിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. ഈ വിറയൽ സംഭവിക്കേണ്ടത് ശരീരത്തിലല്ല, ആത്മാവിലാണ്. കർത്താവ് വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കണം. എൻ്റെ കണ്ണീരിലൂടെ എൻ്റെ കുടുംബ പ്രശ്നങ്ങൾക്ക് ദൈവം വചനത്തിലൂടെ ഉത്തരം നൽകും. കർത്താവിൻ്റെ വചനം കേൾക്കുന്നവരെ വിറയ്ക്കുവിൻ. ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഒരു ദിവസം വളരെ അസ്വസ്ഥമായ മനസ്സോടെയായിരുന്നു അച്ഛൻ കഴിഞ്ഞുകൂടിയത്. അന്നേ ദിവസം ബൈബിൾ എടുത്തപ്പോൾ അച്ഛൻ്റെ കണ്ണിൽ തടഞ്ഞത് യോഹന്നാൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-ാം തിരുവചനമായിരുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ശിരസ് മുതൽ പാദം വരെ പുതിയൊരു ഊർജപ്രവാഹം അച്ഛനിലുണ്ടായി എന്നാണ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ബൈബിൾ എഴുതിപ്പെട്ടതെല്ലാം നിറവേറപ്പെടും. ഞാൻ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നു. വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം, ആത്മാവിൽ വിറയ്ക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 103-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം സഭ വചനത്തിനും കൊടുക്കുന്നു. ഒരു ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തെയാണോ അതോ അവിടെ വെച്ചിരിക്കുന്ന ബൈബിളിനെയാണോ വണങ്ങേണ്ടത്? പരിശുദ്ധ കുർബാനയാണോ വലുത്, ബൈബിളാണോ? ബൈബിളിലാണോ ദിവ്യകാരുണ്യത്തിലാണോ ദൈവസാന്നിധ്യം കൂടുതലുള്ളത്? രണ്ടിലും ഒരേ സാന്നിധ്യമാണ്. ഇതിൽ കൂടുതലും കുറവുമില്ല. ദിവ്യകാരുണ്യത്തിൻ്റെ അതേ സാന്നിധ്യം തന്നെ ദൈവവചനത്തിലുമുണ്ട്. അത് നാം വിശ്വസിക്കണം. അതുകൊണ്ട് അനേകം പുസ്തകങ്ങളെപ്പോലെ ബൈബിളിനെയും കാണരുത്. ബൈബിൾ വിശ്വസിച്ചാൽ, വചനം വിശ്വസിച്ചാൽ, പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത അത്ഭുതങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകും. ദൈവവചനം പറയുന്നത് ദൈവമാണ്, മറ്റൊരു വ്യക്തിയുമല്ല. മെഡിക്കൽ സയൻസ് കുട്ടികളുണ്ടാകില്ലെന്ന് വിധി എഴുതിയ ഒരു അധ്യാപിക ഒരിക്കൽ അച്ഛനെ കാണാൻ വന്നിരുന്നു. ഒരുപാട് അസ്വസ്ഥതകളുള്ള കുടുംബമായിരുന്നു അവരുടേത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ മനസ്സിൽ തോന്നിയ ചില വചനങ്ങൾ കുറിച്ചെടുക്കാൻ അച്ഛൻ ടീച്ചറോട് പറഞ്ഞു. 3 മാസത്തേക്ക് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അച്ഛനൊരു കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടീച്ചർ ഒരു കൈക്കുഞ്ഞുമായി അച്ഛനെ കാണാൻ വന്നു. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ 3 മാസം ടീച്ചർ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നാൽ കുഞ്ഞുണ്ടായില്ല. പക്ഷേ കുടുംബത്തിൽ മാറ്റമുണ്ടായി. തർക്കത്തിൽ കിടന്നിരുന്ന സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിച്ചതുപോലെയുള്ള പല സംഭവങ്ങളുണ്ടായി. അതുകൊണ്ട് 3 മാസം കഴിഞ്ഞും അവർ വചനം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന തുടർന്നു.
അങ്ങനെ ലഭിച്ചതാണ് അവർക്ക് ആ കുഞ്ഞിനെ. ഒരിക്കൽ പരസ്യമായി ദൈവവചനം പ്രഘോഷിക്കാൻ അനുവാദമില്ലാത്ത ഒരു രാജ്യത്ത് വചനം പ്രഘോഷിക്കാനായി അച്ഛൻ പോയി. അവിടെ ചെന്നപ്പോൾ സംഘാടകർ പറഞ്ഞതനുസരിച്ച് രോഗിയായി കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാൻ അവൻ്റെ വീട്ടിൽ പോയി. ശരിക്കും മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഭാര്യയും 2 പെൺമക്കളും. മരണഭയമായിരുന്നു ആ ചെറുപ്പക്കാരന്. ഏകദേശം ഇതേ പ്രായത്തിലാണ് അവൻ്റെ അപ്പൻ രോഗിയായതും പിന്നീട് മരിച്ചതും. അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ അച്ഛൻ്റെ മനസ്സിൽ തെളിഞ്ഞ തിരുവചന ഭാഗം 118 സങ്കീർത്തനം 17 തിരുവചനമായിരുന്നു. അതെഴുതി അവൻ്റെ പോക്കറ്റിലും തലയണയ്ക്കടിയിലും വയ്ക്കാൻ അച്ഛൻ അവൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. എത്ര ഡോസ് കൂടിയാലും വചനം ദോഷം ചെയ്യില്ല. ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്ന് അധികമായാൽ ആള് മരിച്ചു പോകും. പക്ഷേ വചനം കൂടിപ്പോയാൽ അത് ഗുണമേ ചെയ്യും. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കും. ഇതായിരുന്നു എഴുതി കൊടുത്ത വചനം. ആകാശം മാറും, ഭൂതലവും മാറും, പക്ഷേ ദൈവത്തിൻ്റെ വചനം മാറിപ്പോകുകയില്ല. ആ രാജ്യത്തെ മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുൻനിരയിലിരുന്ന് പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ അച്ഛൻ ശ്രദ്ധിച്ചു. അത് ആ ചെറുപ്പക്കാരനായിരുന്നു. അവൻ അച്ഛനെ വന്ന് കണ്ടിട്ട്, ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ വചനം പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞുകൊടുത്ത വചനം അവൻ ഉറക്കെ പറഞ്ഞു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ചില വചനങ്ങൾ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിൽ സേവറായും മറ്റും ഉപയോഗിക്കണം. അല്ലെങ്കിൽ മുറിയിലെ ഭിത്തിയിലോ ഒക്കെ എഴുതി വെക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 23 അധ്യായം 18 തിരുവചനം. തീർച്ചയായും നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഇതാവർത്തിക്കുക, നിങ്ങളുടെ തലവര തന്നെ മാറിപ്പോകും. വചനത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ഓ ഈശോയെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന സകല മക്കളെയും നീ അനുഗ്രഹിക്കണമേ. വചനത്തോട് വലിയ ദാഹം ഈ മക്കൾക്കെല്ലാം കൊടുക്കണമേ. വചനത്തിൻ്റെ വലിയ അഭിഷേകം ഇവരുടെ കുടുംബങ്ങളിൽ, നിയോഗങ്ങളിൽ, ഇവരുടെ ജീവിതങ്ങളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.